यीशु तेरे करीब आने से जिंदगी मेरी बदल गई। यीशु तेरे छूने से जिंदगी मेरी संवर गई। यीशु तेरे करीब आने से जिंदगी मेरी बदल गई। यीशु तेरे छूने से जिंदगी मेरी संवर गई। तूने मुझे है बचाया, तूने मुझे सहलाया, तूने मुझे है बचाया, तूने मुझे सहलाया। मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा। मैं धन्यवाद करता रहूंगा, यीशु धन्यवाद करता रहूंगा। धन्यवाद, 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 धन्यवाद. Praise the Lord. Hallelujah. ഞാൻ ആദ്യത്തെ പ്രാവശ്യമായി ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പാസ്റ്റർ ക്രിസ്റ്റിന്റെ കൂടെ പാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഇപ്പം വരെ കാണാൻ പറ്റിയില്ല, പക്ഷെ സൂമിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റിയത് അതൊരു വലിയ സന്തോഷമാ. എവ്രി റിലേഷൻഷിപ്പ് ഇസ് ഇൻ ക്രൈസ്റ്റ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു ബന്ധം നമുക്ക് ആത്മീയ ലോകത്തിലുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ആയതുകൊണ്ട് അതൊരു നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാ. എന്നെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ യൂഷ്വലി എവിടെ പോയാലും ഞാൻ എല്ലാ സമയത്ത് ഏറ്റവും ആദ്യം എൻ്റെ ടെസ്റ്റിമണി പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാറുള്ളൂ. സോ കുറച്ച് നിമിഷം ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യൂഷ്വലി ഞാൻ പറയുന്നത് എങ്ങനെയാ, അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട് that saved a wretch like me. I was once lost, but now I am found. Was blind, but now I see. ഗ്രേസ് എൻ്റെ പുറത്ത് വന്നത്, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാൻ ഒരു നിന്ദിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം മാറ്റാൻ, ഹല്ലേലൂയ, ദൈവം കരുണ ചെയ്തു. ഞാൻ ജനിച്ചു വളർന്ന ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ അപ്പച്ചൻ ഒരു പാസ്റ്ററും എൻ്റെ ഫാദർ ഒരു നല്ല ഗവൺമെന്റ് ജോലിയിലായിരുന്നു. എല്ലാം നല്ലതായിട്ട് പോവായിരുന്നു. എൻ്റെ മമ്മി ഒരു ഹൗസ് വൈഫും എൻ്റെ ഒരു എൽഡർ സിസ്റ്റർ ഉണ്ട്, 3.5 years എന്നെക്കാളും എൽഡർ. എല്ലാം നല്ലതായിട്ട് പോവായിരുന്നു. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പം എല്ലാം സ്ഥിതിക്ക് ഒരു മാറ്റം വന്നു. ഞാൻ ഉണ്ടായി 4ാം ദിവസം എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയൊരു ഷോക്കായിരുന്നു. 4 ദിവസം 3.5 വയസ്സ് എൻ്റെ സിസ്റ്റർ, പിന്നെ എൻ്റെ മമ്മി ഒരു ഹൗസ് വൈഫ്. പക്ഷെ കമ്പാഷനറ്റ് ബേസിസിൽ മമ്മിക്ക് പിന്നെ ജോലി കിട്ടി. തന്നെ ഓഫീസിൽ പപ്പ അക്കൗണ്ട്സ് ഓഫീസർ ആയതുകൊണ്ട് പിന്നെ ആ സമയത്തെ അത് വെച്ച് അവര് കമ്പാഷനറ്റ് ബേസിസിൽ ജോലി കൊടുത്തു. ഞങ്ങൾക്ക് മറ്റെല്ലാം ഫെസിലിറ്റീസ് അന്ന് ഉണ്ടായിരുന്ന എല്ലാം പോയി. വണ്ടി ഉണ്ടായിരുന്നു, ടെലിഫോൺ ഉണ്ടായിരുന്നു, ക്ലർക്ക് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു വീട്ടില്. പക്ഷെ ഇത് 3ഉം പോയിട്ട് വീട് മാത്രം ഞങ്ങൾക്ക് തന്നു. ആ വീട്ടിൽ എനിക്കൊന്നൊരു 10-12 വർഷം ഞങ്ങൾ ജീവിച്ചു. പക്ഷെ അത് പോയി. അത് കഴിഞ്ഞിട്ട് മമ്മിക്ക് ജോലി കിട്ടി. ഞാൻ പിന്നെ 1.5 വയസ്സായപ്പം ഞാൻ ഭോപ്പാലില ജനിച്ചു വളർന്നതെല്ലാം. സോ 1.5 വയസ്സായപ്പം ആദ്യത്തെ പ്രാവശ്യം എന്നെ നാട്ടിൽ കാണിക്കാൻ വേണ്ടി മമ്മി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. 9:30 വരുന്ന കേരള എക്സ്പ്രസ് അന്ന് ലേറ്റ് ആയി. രാത്രി 1:30-2 മണിക്കാ കേരള എക്സ്പ്രസ് അവിടെ വരുന്നതും പോകുന്നതും. തന്നെ രാത്രിയാ 3:30 ആയപ്പോഴാ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടക്കുന്നത്. ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം ആ സിറ്റിന്ന് തന്നെ വെളി കൊണ്ടുവന്നു. ഞങ്ങൾ അന്നറിഞ്ഞില്ല, അന്ന് മീഡിയ ഒന്നുമില്ല. അത്രയും അതിൽ ഞങ്ങൾ ഭോപ്പാലിൽ നാട്ടിൽ എത്തിയപ്പോൾ അറിഞ്ഞ ഭോപ്പാൽ മുഴുവൻ എഫക്റ്റ് ആയി. ഇന്നും ഭോപ്പാലില് അത് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ആ ട്രെയിനിൽ കൂടെ അവിടെ നിന്ന് യാത്ര ചെയ്ത ആൾക്കാരും
അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒരു നല്ല 10-30,000 ആൾക്കാർ അന്ന് രാത്രി തന്നെ മരിച്ചു. പക്ഷെ ജനറേഷൻസ് അതുകൊണ്ട് എഫക്റ്റ് ആയി, ക്യാൻസർ ആയി, ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർ നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളെ ഉള്ളതുകൊണ്ട്, ദൈവത്തിന്റെ ആ സ്വർഗദൂതന്റെ ആ പ്രൊട്ടക്ഷൻ നമുക്കുള്ളത് കൊണ്ട് ദൈവം നമ്മളെ ആ സിറ്റിയിൽ നിന്ന് തന്നെ മാറ്റി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് കരപ്പൻ വരാൻ തുടങ്ങി, എക്സിമ. അത് എക്സ്ട്രീം ലെവലിലോട്ട് പോയി. എൻ്റെ മമ്മി പറഞ്ഞ ഫ്രം മൈ ഹെഡ് ടു ടോ, തല തൊട്ട് കാല് വരെ ഒരു സ്ഥലവും ഇല്ല ഈ കരപ്പൻ എഫക്റ്റ് ചെയ്യാതെ. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ 3.5-4 വയസ്സ് വരെ കരപ്പന്റെ എക്സ്ട്രീം ലെവലില് എല്ലാ സമയത്ത് ബ്ലഡും പസ്സും മാത്രമുള്ളൂ എൻ്റെ ശരീരത്തിൽ. ആർക്കും എന്നെ എടുക്കാൻ ഒക്കത്തില്ല. എന്നെ എടുത്ത പസ്സായിരിക്കും, അല്ല പിന്നെ ചോര വരും കയ്യില്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ആ അവസ്ഥ എനിക്ക് 4.5 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലേറ്റാ പിന്നെ സ്കൂളിൽ പോയത് ഈ അവസ്ഥയും കൊണ്ട്. പക്ഷെ അതും ദൈവം സഹായിച്ച് എല്ലാം ശരിയായി. പിന്നെ ഞാൻ ക്ഷീണിച്ച ഇരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ പിതാവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ ഇച്ചിരി നോട്ടിനെസ് ആയിരുന്നു. സോ അത് പക്ഷെ ഒരു സമയം, പക്ഷെ എൻ്റെ മമ്മിയെ കുറിച്ച് പറയുമെങ്കിൽ മമ്മി എല്ലാം ആത്മീയ കാര്യത്തിൽ ഒത്തിരി ഒരു പാഷനേറ്റ് ഒരു ആളെ. ഇന്നും മമ്മിയോട് സംസാരിച്ച, ഇന്നും ഞാൻ മിനിസ്ട്രിയിലായെങ്കിലും മമ്മി ചോദിക്കും, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, വചനം വായിച്ചിട്ടുണ്ടോ, മറ്റവരെ പഠിപ്പിച്ചാൽ മാത്രം മതിയാകത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ എത്രയും വായിച്ചു. സോ മമ്മിയുടെ ഒരു സിസ്റ്റമാറ്റിക് പ്രെയർ ലൈഫ് ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. മമ്മിയുടെ ലൈഫ് നോക്കിയ 5 മണിയൊക്കെ എണീറ്റ് 6 മണി വരെ പ്രാർത്ഥിച്ച 6 മണിക്ക് ഞങ്ങൾ രണ്ടുപേരെയും, ഞാൻ ഒരു സൈഡിലും എൻ്റെ സിസ്റ്റർ ഒരു സൈഡിലായെങ്കിൽ രണ്ടുപേരെ എണീറ്റ് കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടേ വെളിയിറങ്ങത്തുള്ളൂ. അല്ല പിന്നെ മമ്മി ഉറക്കെ അങ്ങ് പാട്ട് പാടാൻ തുടങ്ങും. ആ പാട്ട് പാടുന്ന നമ്മൾ കുറച്ചു നേരം ഞങ്ങളെ അടിച്ച് പിന്നെ പതുക്കെ അങ്ങ് എണീറ്റിട്ട് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമുക്ക് കിടക്കാം. പക്ഷെ യൂഷ്വലി ഞങ്ങൾ എല്ലാവരും അങ്ങ് എണീക്കുമായിരുന്നു. സോ അങ്ങനത്തെ ഒരു സ്ട്രിക്ട്. പിന്നെ മമ്മിക്ക് അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി അതായത് മമ്മിക്ക് എല്ലാം എളുപ്പം ജോലി ചെയ്യും, എളുപ്പം ആഹാരം ഉണ്ടാക്കും. പിന്നെ കിട്ടുന്ന സമയം വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ഓഫീസിൽ പോവുക, ജോലി ചെയ്യുക. അവിടെ വെച്ച് ഓഫീസിൽ വെച്ച് തന്നെ പല പ്രാവശ്യം മമ്മി ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട്. അവിടെ വെച്ച് മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എളുപ്പം ജോലി ചെയ്യാറില്ല. സോ അതുകൊണ്ട് സ്പെഷ്യൽ ഒരു കൃപയായിരുന്നു. വീട്ടിൽ തിരിച്ചു വന്നാൽ എളുപ്പം ആഹാരം ഉണ്ടാക്കുക, ഞങ്ങൾ പഠിക്കാൻ നേരത്ത് മമ്മി ഇരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. മറ്റേ അല്ല പിന്നെ ഭോപ്പാലിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗും ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഒരു ആത്മീയ ഒരു അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നുകൊണ്ട് മമ്മി അവിടുത്തെ ഭോപ്പാലിൽ ഞങ്ങളുടെ ചർച്ചിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അവിടെ അറിയാവുന്ന ഞങ്ങൾക്ക് പോകാൻ ഒക്കാവുന്ന മീറ്റിംഗിലൊക്കെ ഞങ്ങൾ ബസ് പിടിച്ച് നടന്നൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ 3 പേരും ഒരു വൺ ഡേ യൂത്ത് കോൺഫറൻസിൽ പോയി. സോ മമ്മി എൻ്റെ ലേറ്റ് 30s ഞാൻ ഒരു 12-13 ഇയേഴ്സാ. എൻ്റെ സിസ്റ്റർ ഒരു 15 ഇയേഴ്സാ. സോ ഞങ്ങൾ എല്ലാവരും യൂത്ത് വൺ ഡേ കോൺഫറൻസിൽ പോയേക്കുക. അവിടെ പോയപ്പം അവിടെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ NTC ബൈബിൾ കോളേജ് ദെഹ്റാദൂണിന്റെ അവിടുത്തെ ഫൗണ്ടർ പ്രിൻസിപ്പൽ ജോർജ് ഷാംനിക്ക മണ്ഡലം അവിടെ പ്രസംഗിക്കുക. സോ ഞാൻ ഇങ്ങനെ മൂന്നാമത്തെ റോയിൽ നിന്നുകൊണ്ട് വചനം കേൾക്കുക. പക്ഷെ അന്ന് രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചു. അതിനെ പറഞ്ഞു, നിങ്ങൾ കൺഫെസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തോ കുറ്റം എന്തെങ്കിലും, എന്തോ കുറവുണ്ടെങ്കിലും യേശുവിനെ അത് ക്ഷമിക്കാൻ യേശുവിനെ എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ പറഞ്ഞ് പിന്നെ രക്ഷയുടെ അനുഭവം വന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം കിട്ടും, നിങ്ങളുടെ പഴയതെല്ലാം മാറിപ്പോകും. സോ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം എന്നെ കൊണ്ട് ആ ഏജിൽ എനിക്ക് മനസ്സിലായ പോലെ ഞാൻ യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ചു. ഞാൻ അപ്പം വരെ കാണിച്ച എല്ലാം കുറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ യേശുവിനോട് പറഞ്ഞു, ഇന്ന് തൊട്ട് നീ എൻ്റെ രാജാവായി, എൻ്റെ സേവിയറായിട്ട് എൻ്റെ ജീവിതത്തിൽ നീ യേശു വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഈ ദേവദാസൻ മിഷൻസിനെ കുറിച്ച് പറയാൻ തുടങ്ങി. മിഷൻസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കുറെ സ്റ്റാറ്റിസ്റ്റിക്സും വേൾഡ് വിഷൻസും ഇന്ത്യൻ മിഷൻസും ഗ്രാമവും എത്രയും പീപ്പിൾ അൺറീച്ച്ഡ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. ഞാൻ കുറച്ചു നേരം മുമ്പേ വരെ ഞാൻ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചുകൊണ്ടൊരു സന്തോഷമുണ്ട് അകത്ത്. ഞാൻ ഒരു വലിയ ഡിസിഷനാണ് എടുത്തേക്കുന്നത്. സോ മമ്മി പ്രാർത്ഥിക്കുക, പക്ഷെ നമുക്കൊരു സമയമുണ്ട്. സോ അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ സഡൻലി ഒരു വേർഡ് കേൾക്കുക, നീ ആ വ്യക്തി, യു ആർ ദാറ്റ് പേഴ്സൺ. ഞാനൊരു ഓഡിബിൾ വേർഡ് കേട്ടു. ആ ഓഡിബിൾ വേർഡ് കേൾക്കുകയും ഞാനൊരു 3rd റോയിൽ നിൽക്കുകയെങ്കിൽ ഞാൻ നേരെ കണ്ണു തുറന്നു നോക്കുമ്പം ഞാൻ ഫ്രണ്ട് റോയിൽ പോയി നിൽക്കുക. ഞാൻ കൈ ഇങ്ങനെ വെച്ചോണ്ട് ഞാൻ പൂർണ്ണമായിട്ട്
സമർപ്പിക്കുക. സോ ആർക്കും വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അന്ന് ഞങ്ങളുടെ പ്രായത്തിൽ കുറെ ആൾക്കാർ അന്ന് മിനിസ്ട്രിക്ക് വേണ്ടിയൊക്കെ സറണ്ടർ ചെയ്യും, ചിലരെല്ലാം മീറ്റിംഗിൽ പോയി നിൽക്കും. പക്ഷെ അന്ന് എടുത്ത ഡിസിഷൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും നാളെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആ ഡിസിഷനിൽ നിന്ന് ഒരിക്കലും അത് മാറിയിട്ടില്ല. മറ്റൊരു എയിം ലൈഫിൽ വന്നിട്ടേ ഇല്ലാക്കി. ഇന്നും എന്നോട് ആൾക്കാർ ചോദിക്കും, പാസ്റ്റർ അല്ലായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നേ, ഈ മിനിസ്ട്രി അല്ലായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നേ എന്ന് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ആഗ്രഹമോ ഒന്നും ഇല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ടീനേജ് വന്നപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം വന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ജാനുവരിയിലാണ്, ഞാൻ 26 ജാനുവരി 1995-96 ഞാൻ യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ആയപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരും. സെപ്റ്റംബർ ബർത്ത്ഡേ ടീനേജിലോട്ട് ഞാൻ എൻ്റർ ചെയ്ത് ഇപ്പം കുടുംബക്കാരെല്ലാവരും വന്നു പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ചർച്ചക്കാരെല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു. ടീനേജിൽ ഒത്തിരി സൂക്ഷിച്ച് ജീവിക്കണം, അതൊക്കെ കൗൺസിൽ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം എനിക്ക് പനി വന്നു. ഈ പനി കൂടി ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, ഞാൻ അൺകോൺഷ്യസ് ആയി. അങ്ങനെ എന്നെ ഭോപ്പാലി ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ 13 ദിവസം അൺകോൺഷ്യസ് സ്റ്റേറ്റിലും 2.5 മാസം ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എൻ്റെ മെമ്മറി ഫുൾ നഷ്ടപ്പെട്ടു. എനിക്ക് കേൾക്കും, പക്ഷെ എൻ്റെ റെസ്പോൺസ് ഒരു വേർഡ് ആയിരിക്കും, ഒരു നമ്പർ. എൻ്റെ ബെഡിന്റെ മുമ്പ് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ എനിക്ക് പറയാൻ അറിയാം, പക്ഷെ മറ്റേ ഒന്നും റെസ്പോൺസ് വരുന്നില്ല. സോ ഇവരെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കുറെ റിലേറ്റീവ്സ് എന്നെ ലാസ്റ്റ് ടൈം ആയിട്ട് കാണാൻ വേണ്ടി വന്നു. എൻ്റെ പിതാവ് ഒരു 30s പോയി. അന്നേരം ഞാൻ ടീനേജിൽ ഞാൻ മോനും പോവാന്ന് ഓർത്ത് കുറെ ആൾക്കാർ എന്നെ ലാസ്റ്റ് ടൈം കാണാൻ വേണ്ടി എന്നാൽ സ്റ്റീവിയെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് അങ്ങനെ കുറെ ആൾക്കാർ വന്നു. പക്ഷെ 2.5 മാസം കഴിഞ്ഞിട്ട് ദൈവം പതുക്കെ എൻ്റെ മെമ്മറി തിരിച്ചു വന്നു. പിന്നെ എനിക്ക് ദൈവം പൂർണ്ണമായിട്ടൊരു സൗഖ്യം തന്നു. അന്നേരം ഞാൻ ചിൽഡ്രൻസ് വാർഡിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ആകുന്ന ദിവസം അവിടെ ഇങ്ങനെ കുറെ പേഷ്യൻസ് ഉണ്ട്. അന്നേരം ഒരു പയ്യനെ, വേറെ ഒരു ഫെയ്ത്തിന്റെ ഒരു പയ്യനെ ഞാൻ കണ്ടു. അവരുടെ അപ്പനമ്മ ഇരുന്ന് കരയുക. എൻ്റെ മമ്മി പോയി ചോദിച്ചു എന്തോ ആയെന്ന്. അന്നേരം എനിക്ക് വന്ന സെയിം ഡിസീസാണ്. എനിക്ക് വന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ വൈറൽ എൻസെഫലൈറ്റിസ്, ഒരു ബ്രെയിൻ ഫീവറാ. ആ ബ്രെയിൻ ഫീവർ വന്ന അന്നത്തെ സമയത്ത് ഈതർ ഐ വിൽ ബി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ല പിന്നെ മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയി പോകും. 2 അവസ്ഥയിൽ എന്തോ ആയെങ്കിലും ആകാം. ആ ഒരു രോഗം ആ സമയത്ത് അന്ന് വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷെ അന്ന് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞത്. സോ ഇവർ കരയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ മോന് 2മായി പോയി, ഫിസിക്കലും ഹാൻഡിക്യാപ്പുമായി മെന്റലി ഹാൻഡിക്യാപ്പുമായി. ഇവർക്ക് എന്തോ ചെയ്യാം. 13 വയസ്സ്, എൻ്റെ പ്രായമേ ഉള്ളൂ. സോ ആ അവസ്ഥ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ആ റിയാലിറ്റി, ഞാൻ സേവിക്കുന്ന ദൈവം അല്ല പിന്നെ ഞാൻ വിശ്വസിച്ച ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്. സോ എല്ലാവരും വന്ന് എൻ്റെ റൂമിൽ വന്ന എല്ലാ സമയത്ത് ഞാൻ ബെഡ് കിടക്കുമെങ്കിൽ ICUയിൽ ആൾക്കാരുണ്ട്. ICU വന്ന ആൾക്കാർ എന്നെ കണ്ടിട്ട് അവിടെ മയങ്ങി വീണിട്ടുണ്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ട്. സോ പിന്നെ മമ്മി പറയും തിരിച്ചു വരണ്ട, നീ വന്നിട്ട് പിന്നെ നിന്നെ ഞങ്ങൾ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ അങ്ങനെ വിട്ടിട്ടുണ്ട്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് ഒരു വിടുതൽ തന്നു. ഹല്ലേലൂയ. നമ്മള് സേവിക്കുന്ന ദൈവം ഒരു പൂർണ്ണ സൗഖ്യം തരുന്ന ദൈവമാണെന്ന് ഒരു പ്രാവശ്യം രുചിച്ചറിയാൻ വേണ്ടി ദൈവം ഞങ്ങളെ സഹായിച്ചു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഭോപ്പാലിൽ തന്നെ ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ ജനിച്ചു വളർന്നെല്ലാം. അങ്ങനെ ഞാൻ പോയി. പിന്നെ ഞാൻ മിനിസ്ട്രിക്കകത്ത് ഇൻവോൾവ് ആയി. അവിടുത്തെ യൂത്ത് ഫെലോഷിപ്പും വർഷിപ്പും എല്ലാം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നു. ഞാൻ ഗ്രാജുവേഷൻ മുമ്പേ ഗ്രാജുവേഷനിലും ഞാൻ ഇങ്ങനെ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആ. സോ എൻ്റെ മമ്മി ഗിഡിയൻസിലായതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റേ ഉള്ളൂ എല്ലാവർക്കും കൊടുക്കാനുണ്ട്. അത് എൻ്റെ വീട് വലുതായതുകൊണ്ട് അതിനകത്ത് ഒരു സ്റ്റോർ റൂമിനകത്ത് ഫുൾ ഗിഡിയൻസ് ബൈബിളാണ്. സോ എൻ്റെ കൂടെ ഫസ്റ്റ് KG1 തൊട്ടേ ഗ്രാജുവേഷൻ വരെ എല്ലാം ടീച്ചേഴ്സിന് കൊടുത്ത ഒരു ഗിഫ്റ്റാ ബൈബിൾ. എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്ത ഗിഫ്റ്റാ ബൈബിൾ. മറ്റൊരു ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഒറ്റ കൊടുക്കാൻ വേണ്ടി ഇല്ല. പിന്നെ ആഗ്രഹം ഇത് തന്നെയൊക്കെ എല്ലാവർക്കും ദൈവവചനം എല്ലാവരുടെയും വീട്ടിൽ. ആരും പറയല്ലേ എൻ്റെ ഫ്രണ്ടായിട്ട് എനിക്ക് നീ ഒന്നും തന്നില്ലല്ലോ. സോ അങ്ങനെ ഞാൻ കോളേജ് വരെ എല്ലാം പഠിച്ച എല്ലാ ആൾക്കാർക്കും എല്ലാം ടീച്ചേഴ്സിനും അത് കൊടുത്തിട്ടുണ്ട്. സോ അത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം സമയത്തും മിഷൻ ഓറിയന്റഡാ. സോ അങ്ങനെ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മണക്കാലയിൽ പോയി 4 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രിക്ക് എവിടെ പോകണം എന്നറിയത്തില്ല. സോ ഞാൻ ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് ആരും എന്നെ വിളിക്കുന്നില്ല. സോ ഞാൻ പിന്നെ എനിക്ക് ദൈവം പതുക്കെ അത് മാറ്റാൻ തുടങ്ങി. നമ്മൾ ഒരിക്കലും ഡിനോമിനേഷൻ ഓറിയന്റഡ് അല്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അങ്ങ് പോയാൽ മതി. സോ ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഇപ്പം വരെ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ മാത്രമായിട്ടില്ല. ഞാൻ AJയുടെ പാസ്റ്റർ ആയിട്ടുണ്ട്, ഞാൻ IPCയുടെ പാസ്റ്റർ ആയിട്ടുണ്ട്, ഷാരോന്റെ പാസ്റ്റർ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷാർജ അപ്പോസ്റ്റോലിക് ചർച്ച് എന്ന് പറയും, അതിന്റെ പാസ്റ്റർ. പക്ഷെ ഡിനോമിനേഷൻ അല്ല, കിങ്ഡം ദൈവരാജ്യം, ആ ഒരു കൺസെപ്റ്റിലോട്ട് പതുക്കെ ദൈവം എന്നെ മാറ്റാൻ. അന്ന് ഞാൻ ഓർക്കും എൻ്റെ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ എന്നെ ഒന്ന് റിക്കമെൻഡ് ചെയ്യാഞ്ഞ്.
ഒരു ചർച്ചിലോട്ട് അങ്ങനെ കൊണ്ടുപോകായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ചർച്ചക്കോടി നിന്നേനെ. പക്ഷെ ദൈവത്തിന് അത് ആഗ്രഹമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, ഞാൻ ഷാരോന്റെ അതിനകത്ത് പഠിച്ചു. ഷാരോന്റെ ഒരു ചർച്ച എന്നെ പഞ്ചാബി വിളിച്ചു. ഞാൻ അവിടെ പോയി മിനിസ്ട്രി ചെയ്തു. അവിടെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പുതിയ ഒരു വഴി തുടർന്നു. ഞാൻ ബാംഗ്ലൂരിൽ വന്ന്, ബാംഗ്ലൂരിൽ സായക്സിൽ വന്ന് MTH എടുക്കാൻ വേണ്ടി ദൈവം സഹായിച്ചു. ഞാൻ പഞ്ചാബിലും മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ട്രെയിനിങ് സെന്ററിൽ പഠിപ്പിക്കുക, യൂത്ത് ഫെലോഷിപ്പിലുണ്ട്, പാസ്റ്റർ അവിടുത്തെ ചർച്ചിന്റെ, ചിൽഡ്രൻസ് മിനിസ്ട്രി, സ്ലം മിനിസ്ട്രി, എല്ലാത്തിനകത്തും ഇൻവോൾവ് ആയിട്ട് ഞാൻ സായക്സിൽ കയറി വന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങ് സങ്കടം തോന്നി. ഞാൻ എന്തിനാ വിട്ട്? ഞാൻ നല്ലതായിട്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ വന്ന് ബുക്ക് റീഡ് ചെയ്യുക, അസൈൻമെന്റ് എഴുതുക, മറ്റൊന്നുമില്ല. എനിക്ക് അങ്ങ് സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, ദൈവം മിനിസ്ട്രിക്ക് വേണ്ടി അവസരം ഒരുക്കണം. സോ ആദ്യം ദൈവം അവസരം ഒരുക്കിയേ സഡൻലി എനിക്കൊരു കോൾ വരിക. ഒരു പാസ്റ്റർ, IPC ചർച്ച് വിവേക് നഗർ, അവിടുത്തെ പാസ്റ്റർ എന്നെ വിളിക്കുക. പാസ്റ്ററെ, ക്യാൻ യു കം ആൻഡ്, സോ പാസ്റ്റർ എന്നെ കണ്ടിട്ടില്ല, പുള്ളിയോട് ആരാണ്ട് പറഞ്ഞു, അങ്ങനെ എന്നെ കണക്ട് ചെയ്തു. സോ പാസ്റ്റർ, ക്യാൻ യു കം ആൻഡ് ഹെൽപ്പ് അസ് ഇൻ ഇംഗ്ലീഷ് സർവീസ്? ഞാൻ പറഞ്ഞു, ഓക്കെ, ഐ ആം റെഡി ഫോർ ദാറ്റ്. അങ്ങനെ ഇൻവോൾവ് ആയി. ഫസ്റ്റ് ഇയറിൽ അതായിരുന്നു. സെക്കൻഡ് ഇയറിൽ ഞാൻ AG-യിലെ പാസ്റ്റർ, നമ്മുടെ SABCയുടെ ഓപ്പോസിറ്റില് പാസ്റ്റർ ടോബി, അവരുടെ അവിടെ ഞാൻ ഇടയ്ക്ക് ഞാനും പാസ്റ്റർ ജോ തോമസ് AG-യിലെ, സോ ഞാനും ജോയും ഒരുമിച്ച് പോയി ഞങ്ങൾ മിനിസ്ട്രി ചെയ്യും. ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യുകയെങ്കിൽ, ആരാധന ഞാൻ നടക്കുമെങ്കിൽ ജോ പ്രസംഗിക്കും, അല്ല പിന്നെ ഞാൻ പ്രസംഗിക്കും. ചിലപ്പോൾ ജോ വരാനൊക്കത്തില്ല. അങ്ങനെ മിനിസ്ട്രിക്കകത്ത് അവിടെയാണ് ഞാൻ AG-യുടെ കൂടെ കണക്ട് ആയത്. സോ അങ്ങനെ മിനിസ്ട്രിക്കകത്ത് ഫുൾ ഇൻവോൾവ്. അങ്ങനെ ദൈവം, പിന്നെ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ 12ാം ക്ലാസ് തൊട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് ഒരു ആള് പറഞ്ഞു, മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ഹിതമല്ലാതെ ആരും വരരുത്. സോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് കുറച്ച് പോയിന്റ്സ് തന്നു. അതിലിപ്പം ഞാൻ എഴുതി വെച്ചു. അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എപ്പം ഒരു ദൈവദാസനെയും കുടുംബത്തെ കാണുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളെ അങ്ങനെ ഉപയോഗിക്കണം. അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ച അതില് ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ആള് എനിക്കൊരു പ്രപ്പോസൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഭോപ്പാലിലെത്തി. പിന്നെ അറിയത്തില്ല എന്തുവാ ചെയ്യേണ്ടതെന്ന്, എന്തോ ചെയ്യും, എവിടെ ചെയ്യും, ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 3 മാസം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. സോ എന്റെ വൈഫ് BTH BD കഴിഞ്ഞതാ, ഞാൻ MTH കഴിഞ്ഞതാ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനും ചർച്ചിൽ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയി. പിന്നെ വേറെ ഒരു ട്രെയിനിങ് സെന്റർ നടത്താൻ വേണ്ടി 3 റെസ്പോൺസിബിലിറ്റി ഒരുമിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ മിനിസ്ട്രി ചെയ്യുമായിരുന്നു. പിന്നെ ആ സമയത്ത് നെക്സ്റ്റ് ഇയർ ആയപ്പം ഞങ്ങൾക്ക് ഒരു മോൻ ദൈവം നൽകി. ആ സമയത്ത് പ്രഗ്നൻസി ടൈമിലും അറിഞ്ഞു എന്റെ മോന് ഹാർട്ട് ഇഷ്യൂ ഉണ്ട്. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഉണ്ടായപ്പോ അവര് നോക്കിയപ്പം എല്ലാം ഹാർട്ട് പ്രോബ്ലമാ. ഹാർട്ടിന് ഒരു വാൾവ് ഇല്ല, ഹാർട്ടിന് ഹോളും ഉണ്ട്. സോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ 5 ദിവസം അവർ വെയിറ്റ് ചെയ്തിട്ട് ഒരു മാറ്റം ഒന്നുമില്ല. ഒത്തിരി മൾട്ടിപ്പിൾ ചെക്കപ്സ് ചെയ്തു, ഒരു മാസം അതും ഇല്ല. അന്നേരം 5th ഡേയിൽ ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുക, എന്റെ ഫസ്റ്റ് സൺഡേ. അങ്ങനത്തെ ഒരു സ്ഥിതി വന്നു. സോ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം സൗഖ്യമാക്കണം. സോ ഞാൻ നാട്ടില, എന്റെ വൈഫിന്റെ വീട്ടില. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ ഇങ്ങനെ ടെൻഷനാ, എന്തോ ചെയ്യും അറിയത്തില്ല. പക്ഷെ ഒരു സമയമാകുമ്പോൾ നമ്മൾ പൊട്ടിക്കരയും. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സൈഡിൽ പോയി ഞാൻ പറഞ്ഞു, ഞാൻ ദൈവവേല ചെയ്യുക, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക, എന്തിനാ എന്റെ കൂടെ ഇത് നടക്കുന്നത്? ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. സഡൻലി ഞാൻ ഈ കരയുന്ന സമയത്ത് ഒരു വേർഡ് വരുക, Psalms 23:4, even though I walk through the valley of shadow of death, I will fear no evil, because God is with me. His rod and his staff, they comfort me. ആ ഒരു വേർഡ് വന്നിട്ട് ജസ്റ്റ് എന്റെ അകത്തോട്ട് അങ്ങ് വന്നു. പിന്നെ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 8-9 മണിക്കൂർ നീണ്ട ഒരു ഓപ്പറേഷനാണ്. പക്ഷെ ആ സമയത്ത് മറ്റെല്ലാവർക്കും ടെൻഷൻ ആയ സമയത്ത് ദൈവത്തിന്റെ ഒരു വലിയ സമാധാനം എന്റെ അകത്തോട്ട് വന്നു. പിന്നെ അഷ്വറൻസാ, പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ മലയാളത്തിലെ ഞാൻ പറഞ്ഞ പോലെ, പാസ്റ്റർ പറഞ്ഞ പോലെ, ഞാൻ ജനിച്ചു വളർന്ന നോർത്ത് ഇന്ത്യയില ഹിന്ദി ചർച്ചിന്റെയും ഇംഗ്ലീഷ് ചർച്ചിന്റെയും പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ അങ്ങനെ പ്രസംഗിക്കാറില്ല. എനിക്കൊന്ന് എന്റെ വൈഫ് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പപ്പായുടെ അവിടെ പോയപ്പോഴും ആദ്യം ട്രാൻസ്ലേഷൻ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ മലയാളത്തിൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. സോ ഇതുകൊണ്ട് ബൈബിൾ വേഴ്സസ് എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. സോ എന്തായെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ദൈവം അങ്ങനത്തെ ഒരു വേർഡ് തന്നു. 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ ഉണ്ടായി. 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ ചെക്കപ്പിന് വേണ്ടി പോയപ്പം പറയാ, 2ാമത്തെ സർജറിയുടെ ടൈം ആയിട്ടുണ്ടെന്ന്. സോ ഇവര് വോൾവ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ആസ് ബേബി ഗ്രോസ് ഈ വോൾവ് മാറ്റണം. സോ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യത്തെ അതിൽ കുടുംബക്കാർ ഞങ്ങളെ ഫിനാൻഷ്യലി സഹായിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം തരണം, അല്ല പിന്നെ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ദൈവം
ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾ ആർക്കും ഞങ്ങളൊരു ബേർഡൻ ആയി തീരില്ല. ലോകത്തിൽ ആർക്കും, കുടുംബക്കാർക്ക് എസ്പെഷ്യലി, ഞങ്ങൾ ആരുടെ മുമ്പേ കൈ നീട്ടാനോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരല്ല. ദൈവം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. സോ അന്ന് ഞങ്ങൾ മൾട്ടിപ്പിൾ ചെക്കപ്സ് ചെയ്തു, ഒന്നും നടന്നില്ല. പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ ഒരു, ഞാൻ ഇങ്ങനെ എന്റെ ഫാദർ ഇൻ ലോയെ ഒരു IPC ചർച്ചിന്റെ പാസ്റ്റർ ആർമിയിലായിരുന്നു, പിന്നെ മിനിസ്ട്രിയിൽ വന്നു. IPC ചർച്ച് ആലുവയിൽ മിനിസ്ട്രി ചെയ്യുക. സോ അങ്ങനെ ഞാൻ അവരുടെ പ്രെയർ റൂമിൽ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാ പറയാ, കണ്ണ് തുറന്ന് ആ വേർഡ് വായിക്കാൻ പറഞ്ഞു. എനിക്ക് മലയാളം ഇങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഇങ്ങനെ ശ്രമിച്ച് എനിക്ക് വായിക്കാൻ അറിയാം. സോ ഞാൻ നോക്കിയപ്പം താഴത്തെ വേർഡ് എനിക്ക് മനസ്സിലായി. മാത്യു ചാപ്റ്റർ 19 വേർഡ്സ് 26. അത് മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം. അത്ര എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോഴേ വേർഡ് തുറന്നു നോക്കി, ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഞാൻ ദൈവം ഒരു മിറക്കൽ ചെയ്യാൻ പോവാൻ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞാൻ ആ വേർഡ് കിട്ടി. എനിക്ക് ഒരു 3-4 ദിവസത്തിന്റെ അകത്ത് എനിക്ക് അത്രയും 2.5 lakh ആ സർജറിയുടെ എനിക്ക് നീഡഡ്. എനിക്ക് പക്ഷേ 2,70,000 സംതിങ് എൻ്റെ അക്കൗണ്ടിലോട്ട് ആൾക്കാരിങ്ങനെ, അറിയാവുന്ന ആൾക്കാരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ഇങ്ങനെ അയച്ചു തരിക. സോ ആ സമയത്ത് അതിന്റെ ഒരു തൈത്ത് മാറ്റിയിട്ട് പിന്നെ എല്ലാം ഞങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ ദൈവം നിറവേറി. സോ ഞാൻ MTH കഴിഞ്ഞ് ഞാൻ ഭോപ്പാലിൽ പഠിപ്പിച്ചു. പിന്നെ ഭോപ്പാൽ ഞാൻ വിടാൻ വേണ്ടി ഒരിക്കലും അല്ലായിരുന്നു. എനിക്ക് നോർത്ത് ഇന്ത്യ ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ചാകുമായിരുന്നു. എനിക്ക് അത് മതി. സോ എന്റെ മോന്റെ ഈ അവസ്ഥ വന്നപ്പോൾ എന്റെ വീട്ടുകാർ പറഞ്ഞ ബാംഗ്ലൂരിലോട്ട് പോവാ, നാരായണ ഹൃദയാലയം ഉണ്ട്, നല്ല ക്ലൈമറ്റാ, ദീദിയും കുടുംബം ബാംഗ്ലൂരിൽ സെറ്റിൽഡാ, മമ്മിയും ബാംഗ്ലൂരിലാ. സോ ഞാൻ മിനിസ്ട്രിയിലായപ്പോൾ മമ്മി ദീദിയുടെ കുടുംബത്തിന്റെ കൂടെ അവരുടെ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി മമ്മി പോയതാ. മമ്മി റിട്ടയർ ആയപ്പം മമ്മി അവിടെ ദീദിയുടെ കൂടെയാ. സോ അങ്ങനെ അവരെല്ലാരും പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യ വിട്ട് ഞാൻ എവിടെയും പോകത്തില്ല. ഞാൻ അങ്ങനെ അങ്ങ് പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ എന്റെ വൈഫിന് ഒരു ഗൈഡൻസ് കിട്ടി. അവരങ്ങനെ ഗൈഡൻസ് കിട്ടിയത് കൊണ്ട് എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിക്കുമെങ്കിൽ ഞാൻ പക്കാ വിടും. സോ അങ്ങനെ ഞാൻ ഒരു ദിവസം സഡൻലി ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ നടന്നിരിക്കുന്ന സമയത്ത് ഒരു വേർഡ് കേൾക്കുക, ദൈവത്തെ ഒരിക്കലും എന്നെ നീ ലിമിറ്റ് ചെയ്യില്ല. യു കനോട്ട് ലിമിറ്റ് മീ ടു എ പ്ലേസ്, ടു എ ലാംഗ്വേജ്, ടു എ റീജിയൻ. ഞാൻ ആ വേർഡ് ഇങ്ങനെ കേൾക്കുക. ആ വേർഡ് കേൾക്കുമ്പോൾ ദെൻ ഐ നോ വാട്ട് ഐ ഹാവ് ടു ഡു. സോ പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവമേ, ഞാൻ ലിമിറ്റ് ചെയ്യത്തില്ല. ദൈവം എവിടെ അയച്ചാലും ഞാൻ അങ്ങ് പോവുക. എനിക്ക് ഞാൻ എവിടെയും ഞാൻ സെറ്റിൽ ആണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ബാംഗ്ലൂരിൽ വന്നു. കൃപയാൽ ഞാൻ അവിടെ ന്യൂ ലൈഫ് കോളേജിൽ, ബഥേൽ ന്യൂ ലൈഫ് കോളേജിൽ പഠിപ്പിച്ചു. സോ അവിടെ ഞാൻ പഠിപ്പിച്ചു. പിന്നെ ഞാൻ ഒരു ഹിന്ദി സർവീസ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തുടങ്ങി. അത് പതുക്കെ ഗ്രോ ആകാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സമയത്ത് അന്നേരം ആൾക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിൽഡാ. ഞാൻ പറഞ്ഞു, ആ ടേം ഞാൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. ദൈവം എവിടെ അയക്കും, ഇന്നും ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകും. എനിക്ക് അതിന് ഒരു ടെൻഷനും ഇല്ല. സോ അങ്ങനത്തെ ഒരു അതിലായിരുന്നു. പക്ഷെ ദൈവം അവിടെ നിന്ന് ഞങ്ങളൊരു ഹിന്ദി സർവീസ് തുടങ്ങി. പിന്നെ ദൈവം ആ സമയത്ത് എൻ്റെ മോന്റെ സർജറി ഒക്കെ നടക്കുന്നതും എല്ലാം ആകുന്നത്. പക്ഷെ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടത്തേക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നത്. സോ അതും ഞങ്ങൾ കുറെ നാൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഹിതമാണോ, ദൈവത്തിന്റെ ഹിതമായെങ്കിൽ മാത്രമേ ഞങ്ങൾ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ മാർച്ച് 2020 ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വരിക. സോ ജാനുവരി വരാൻ വേണ്ടി നോക്കിയപ്പം എൻ്റെ പാസ്പോർട്ട് എല്ലാം എക്സ്പയർ ആയി കിടക്കുക. പിന്നെ റിന്യൂവൽ ഒക്കെ ചെയ്ത് March 4th ഞാൻ വന്നു. 20th ഇവിടുത്തെ ചർച്ചക്കാർ എന്നോട് പറയുക, പാസ്റ്റർ നാളത്തേക്ക് വേണ്ടി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു, എന്തുവായി? ഞാൻ മിനിസ്റ്ററും ചെയ്തില്ല, ഒന്നും ആയില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ഞാൻ ഓർത്തു. അന്നേരം പറയാം, കോവിഡ് തുടങ്ങാൻ പോവാ, അറിയത്തില്ല ഇനി എന്തുവാ. പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ 3 മാസത്തിന് വേണ്ടി ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ് ബുക്ക് ചെയ്തതാ. പക്ഷെ ഞാൻ ഹോട്ടൽ അടഞ്ഞു പോയാൽ പിന്നെ പാസ്റ്റർ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ, ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. ഞാൻ പിന്നെ ഓർത്ത് ദൈവഹിത ഇല്ലായിരിക്കും, ഇതുകൊണ്ടാ ഞാൻ അവിടെ പോയി. അവർ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സൂമില് ചർച്ച നടത്താൻ പറഞ്ഞു. ഞാൻ 2020 April to October 2021 ഞാൻ ഇന്ത്യ ആയിരുന്നോണ്ട് ഇവിടുത്തെ ഞാൻ ഒരു ചർച്ചിലായിരുന്നു. ആ ചർച്ച ഞാൻ നടത്തി. ഈ കഴിഞ്ഞ February 25 വരെ ആ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് നിൽക്കാൻ, 5 വർഷം ആ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് നിൽക്കുന്ന മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ദൈവം സഹായിച്ചു. ഇപ്പം ഞാൻ ഒരു പുതിയ മിനിസ്ട്രിയുടെ കൂടെ ചേർന്നു, ഷാർജ അപ്പോസ്റ്റോലിക് മിനിസ്ട്രി ഓർ ദ അപ്പോസ്റ്റോലിക് മിനിസ്ട്രി ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പേര്. നമ്മുടെ പാസ്റ്റർ അനിസൻ കെ സാമുവൽ അവിടെ കാനഡയിൽ ആ മിനിസ്ട്രി സാമി എന്ന് പറയും, ഇവിടെ അതിനെ ടാമി എന്ന് പറയും. ഇവിടെ പാസ്റ്റർ ഏലിയാസ് ജേക്കബിന്റെ കൂടെ ഞാൻ ഇവിടെ മിനിസ്ട്രി ചെയ്യുക. സോ ഇപ്പോഴും ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇവിടെ മിനിസ്ട്രിക്കകത്ത് ക്യാമ്പ് മിനിസ്ട്രീസ് ഉണ്ട്, നമുക്ക് ബൈബിൾ കോളേജ് ഉണ്ട്. പിന്നെ അങ്ങനെ മിനിസ്ട്രിക്കകത്ത് ഞാൻ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ടിരിക്കുക. എൻ്റെ
വൈഫും പിള്ളേരും ഇവിടെ തന്നെ ഉണ്ട്. മൂത്ത മോൻ ഇപ്പം 4ാം ക്ലാസ്സില. ആ സർജറി കഴിഞ്ഞിട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പം വരെ ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തിയായി ഇരിക്കുക. ആദ്യം കണ്ട ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉണ്ടായപ്പം തൊട്ടേ ഞങ്ങളുടെ മോന്റെ സാച്ചുറേഷൻ ലെവലൊക്കെ 50, 65, 70 അതൊക്കെ ഞങ്ങൾക്ക് നോർമൽ ആയിരുന്നു. സോ ക്ലബ്ഡ് നെയിൽസ് ആണ്. ഇങ്ങനത്തെ ഒരു എന്താ ക്ലബ്ഡ് നെയിൽസ് പറയും, ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. പിന്നെ നെയിൽസ് എല്ലാം ബ്ലൂവിഷ് ആയിരിക്കും, ലിപ്സ് ബ്ലൂവിഷ് ആയിരിക്കും. ഓക്സിജൻ ലെവൽ ഇല്ല. സോ 70-75 നോർമൽ ആ ടിൽ 5 years. സോ എല്ലാം രണ്ടാമത്തെ ഓൾട്ടർനേറ്റ് മാസത്തിൽ നമ്മൾ കൊണ്ടുപോവുക. പക്ഷെ കോവിഡ് വന്നപ്പോഴാണ് മനസ്സിലായത് 90ക്കാളും താഴെ പോയാൽ അത് സീരിയസ് കണ്ടീഷനാ. പക്ഷെ ആ 5 വർഷം ഞങ്ങൾ ഇത് കണ്ട് ഞങ്ങൾക്ക് അങ്ങ് യൂസ് ടു ആയിപ്പോയി. മറ്റേ എല്ലാവരും ഞങ്ങളോട് പറയും ഓക്സിമീറ്റർ വായിച്ചു വെച്ച് നോക്ക്, റെഗുലറൈസ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, എല്ലാം ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം കൃപയാൽ ഇപ്പം മൂത്ത മോൻ 4ാം ക്ലാസ്സിലും ഇളയ മോൻ KG 2-ലുമാ. അങ്ങനെ ആയിട്ട് ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുന്നു. സോ പ്രത്യേകിച്ച് ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. സോ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുക ദുബൈയിൽ സെറ്റിൽ ആയോ? ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല. ഇന്ന് പറഞ്ഞാൽ നമ്മൾ പോവാ. നമ്മൾ ലാൻഡോ ഒന്നും നോക്കിയല്ല വന്നത്. നമ്മൾ ദൈവത്തിന്റെ ഹിതം നോക്കി മാത്രം വന്നുകൊണ്ട് അത് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നും ഞാൻ അതന്നെ പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതം അല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലോട്ട് വരല്ല. ഇന്ന് ഫുൾ ഡേ ഞാൻ കടപ്പായിരുന്നു. ആക്ച്വലി എനിക്ക് ഇന്നലെ ഞാൻ ക്യാമ്പ് മിനിസ്ട്രി പോയി. ക്യാമ്പ് മിനിസ്ട്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഡ്രെയിൻഡ് ആയി പോയി. സോ ഞാൻ ഫുൾ ഡേ കടപ്പായിരുന്നു. സോ എനിവേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഫുൾ ഡേ ഞാൻ കടപ്പായെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തുവാ ഇന്നത്തെ വചനം ഞാൻ സംസാരിക്കേണ്ടത്. സോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധനയെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ, കുറച്ച് കാര്യങ്ങൾ ആത്മാവ് എനിക്ക് നിയോഗം തരുന്ന പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആരാധന പല പ്രാവശ്യം ഞാനും ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഞാൻ ഓർത്തെ ആരാധന എന്ന് പറഞ്ഞ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു 10-20 മിനിറ്റ്സ് നമ്മൾ സഡൻലി നമ്മൾ എഴുതി നിൽക്കുക, ഒരു 10-20 മിനിറ്റ് നമ്മൾ ആരാധിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വർഷിപ്പും ഈ പ്രൈസും തീർന്നു. അല്ല പിന്നെ ചർച്ചിൽ പോയി 2 പാട്ട് പാടുക. പിന്നെ ഞാൻ ഈ ജനിച്ചു വളർന്ന അതും പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പോയതും എല്ലാം ഞാൻ നോക്കുമ്പോൾ ലാസ്റ്റ് വന്നിട്ട് കുറെ നേരം ആത്മാവിൽ സംസാരിക്കുക, അത് മാത്രമേ ഉള്ളെന്ന ഞാൻ ഓർത്ത ആരാധന. പക്ഷെ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ വളർന്നു വന്നു. ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എങ്കിലും ഇപ്പോഴും ദൈവം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സോ ഓൾവേസ് റെഡി ടു ലേൺ. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ പഠിപ്പിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോഴും എന്നെ ഒരാൾ പഠിപ്പിക്കാൻ വേണ്ടി റെഡിയായെങ്കിൽ ഞാൻ റെഡിയാ പഠിക്കാൻ. അല്ല പിന്നെ എനിക്ക് എന്തെങ്കിലും അറിയാം, എനിക്ക് എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെ എന്നും പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കറക്ഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. സോ ജോൺ ഗോസ്പൽ ചാപ്റ്റർ 4 വേർഡ്സ് 23 and 24. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 23-24. അതിന്റെ മലയാളം ആരെങ്കിലും എനിക്ക് വായിച്ചു തരുവാണെങ്കിൽ നല്ലതാ. എന്റെ കൈ എല്ലാം ഇംഗ്ലീഷിലാ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24. ആർക്കെങ്കിലും സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവ് ആകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിലും സത്യത്തിലും. അതിന്റെ തുടക്കം എങ്ങനെയാ? നമസ്കാരികൾ. അതിനെ സത്യ നമസ്കാരികളിന് അല്ല, പിന്നെ സത്യ ആരാധകർന്ന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ട്രൂ വേർഷിപ്പേഴ്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സത്യ നമസ്കാരികളിനേക്കാളും കുറച്ചുകൂടെ ഒരു നല്ല ടേമാ. സത്യമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരെ എന്തുവാ, Father is searching for people. When the true worshippers will worship the Father in spirit and in truth, for they are the worshippers the Father seeks. So പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാ, നമ്മുടെ ചർച്ചായിട്ട് നമ്മള് ഫാസ്റ്റിംഗിലാ. സോ പക്ഷെ ഈ ഫാസ്റ്റിംഗ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഫാസ്റ്റിംഗ് ആയി മാറട്ടെ. ഹല്ലേലൂയ. നമ്മളെ ആത്മീയമായിട്ട് നമ്മൾ വിശ്വാസത്തിൽ, ദൈവ സ്നേഹത്തിൽ, ദൈവത്തിന്റെ ഐക്യതയിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവിന്റെ ആ അനോയിന്റിങ് വളർത്തുന്ന ഒരു ഫാസ്റ്റിംഗ് ആയി തീരട്ടെ. ഹല്ലേലൂയ. നമ്മൾ അത് ദൈവത്തോട് എല്ലാ സമയത്ത് പ്രതീക്ഷ. ഞങ്ങളെ ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ മാറ്റും.
ഞാൻ ഇത് പറയുമ്പം ഞാൻ പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാവരും പെർഫെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. നമ്മുടെ ദൈവം പെർഫെക്റ്റാ. പരിശുദ്ധാത്മാവ് നമ്മളെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ആ വിശുദ്ധിയിലും വേർപാടിലോട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പക്ഷെ ആ സമയത്തും ദൈവം എന്തോ ആഗ്രഹിക്കുന്ന അറിയോ? ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാർ ആയി മാറണം. സത്യത്തിൽ ദൈവത്തെ ആഗ്രഹിക്കും. ഞാൻ ചർച്ചിൽ വന്നിട്ട് കൈ ഉയർത്തി ആരാധിക്കും, ഞാൻ ഭയങ്കരമായി കൈ കൊട്ടും, ഞാൻ ഒത്തിരി ഓർക്കെ അന്യഭാഷയെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ അതൊക്കെ ചിന്തിക്കും. ഞാൻ അതൊക്കെ അത്ര മാത്രം ചിന്തിച്ചുള്ളായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതലാ സത്യ ആരാധന. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന ഒരു ജനക്കൂട്ടത്തിനെ ദൈവം എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുക. ഗോഡ് ഇസ് ലുക്കിംഗ് ഫോർ എ പീപ്പിൾ. ഹല്ലേലൂയ. ആരാ ദൈവത്തെ ആരാധിക്കുന്നത്? ആരാ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? എല്ലാവരും കാണുമ്പം ചെയ്യുന്ന ആരാധനയാണോ ആരാധന? അല്ല പിന്നെ ഞാൻ തന്നെ ഇരിക്കുമ്പം ദൈവത്തെ ആരാധിക്കുമോ? ഹല്ലേലൂയ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റേജ് കിട്ടുമ്പം ഭയങ്കര ആരാധനയാണ്. സ്റ്റേജ് ഇല്ല, മൈക്ക് ഇല്ല, ഇൻസ്ട്രുമെന്റ് ഇല്ലെങ്കിൽ ഒരു ആരാധനയുമില്ല. തന്നെ ഇരിക്കുവാണെങ്കിൽ ഒരു ആരാധനയില്ല. പക്ഷെ ദൈവം എന്തോ ഓർക്കുന്നേ? ദൈവം നോക്കുമ്പോ എന്തുവാ? ആക്ച്വലി ആരാധനയിൽ ഓഡിയൻസ് ആരാ? ദൈവം മാത്രം ഓഡിയൻസ്. ഞാൻ തന്നെ ഇരിക്കുവാണെങ്കിൽ, ഞാൻ ആരാധിക്കുമ്പോൾ ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ആ ദൈവത്തെ ആരാധിക്കുക. ഞാൻ ജനക്കൂട്ടത്തിന്റെ മുമ്പിലായെങ്കിലും, എൻ്റെ മുമ്പിൽ ജനക്കൂട്ടം ഉണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ വേറെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ജനത്തിന് വേണ്ടി അല്ല ആരാധിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ജനം എന്നെ നോക്കിക്കൊണ്ട് ആരാധിക്കാനല്ല. പക്ഷെ നമ്മളെ എല്ലാവരും ഒരു ആളിനെ ആരാധിക്കുന്ന ആ ഒരു ബോധ്യത്തിലോട്ട് നമ്മൾ മാറിത്തീരണം. ഹല്ലേലൂയ. ഞാൻ ജനത്തിനെ നോക്കിക്കൊണ്ടിരുന്നു, ജനം പാസ്റ്ററിനെ നോക്കിക്കൊണ്ടിരുന്ന ആരാധന വരത്തില്ല. നമ്മളെല്ലാവരും നോക്കുന്ന ക്രിസ്തുവിലോട്ടാ. Hallelujah. We have to look to Jesus. Hallelujah. യേശു മാത്രം hallelujah യോഗ്യനാണ്. hallelujah ആ ആരാധനയ്ക്ക്, ആ മഹത്വം ഏറ്റെടുക്കാൻ വേണ്ടി യേശു മാത്രമാണ് യോഗ്യൻ. ആ ആരാധന എൻ്റെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സത്യത്തോടെ ആ ആരാധന എൻ്റെ അകത്ത് നിറഞ്ഞു. hallelujah. ആൾക്കാർ കാണുമ്പം ഭയങ്കര കൈയടിയല്ല. ഞാൻ അതാ പറഞ്ഞേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. യെസ്, അത് ആരാധനയുടെ ഒരു ഭാഗമാ. പക്ഷെ അതിനേക്കാളും കൂടുതൽ എൻ്റെ ജീവിതം ഒരു ആരാധനമായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്തുവാ? ഒരു ആരാധന ആയിട്ട് മാറിത്തീരണം. ഹല്ലേലൂയ. സോ ഞാൻ പറഞ്ഞു, സത്യ ആരാധകർ ഉണ്ടെങ്കിൽ എന്തുവാ? കള്ള ആരാധനകൾ ആരാധിക്കുന്ന ആൾക്കാരും ഉണ്ട്. സത്യ ആരാധനകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കള്ള ആൾക്കാരും ഉണ്ട്. സോ യെശയ്യാവ് അതിന്റെ 23 അതിന്റെ 13 ഒരു വാക്ക് വായിക്കാമോ? യെശയ്യാ മറ്റേ ഒരു വാക്ക് എടുക്കാം. 2 വചനമുണ്ട്. യെശയ്യാവ് 29ന്റെ 13, 2 തിമത്തിയോസും അതിന്റെ 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ആദ്യം യെശയ്യായുടെ വചനം ഒന്ന് വായിച്ച് സഹായിക്കണേ. Hallelujah. Glory to God. Jesus. ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി ഈ ജനം എന്തോ ചെയ്യുക? എന്റെ അടുത്ത് വരുക. They are coming near to me. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തോട്ട് വരും. അവർക്ക് സന്തോഷം. ഓക്കെ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് വന്നു. പക്ഷെ എന്തുവാ അവർ ചെയ്യുന്ന കാര്യം? എന്തുവാ? അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലോ അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്താ. Their hearts are gone. എന്റെ വായും കൊണ്ട് ഞാൻ എന്തുവാ? അധരത്തിലങ്ങ് ഓണർ ചെയ്യുക. ദൈവമേ, നീ എല്ലാം നീ എന്റെ സർവശക്തനാ, നീ നല്ല ദൈവമാ, നീ വല്ലഭനായ ദൈവമാ, എല്ലാം ഞാൻ അങ്ങ് പറയുക. പക്ഷെ ഹൃദയം എവിടെയാ? ദൈവത്തിൽ. It's far off from God. യെശയ്യാവ് അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എഴുതുമ്പോൾ കാണുക, ഒരു ജനക്കൂട്ടത്തെ കാണുക. അവർക്ക് ഈസി, അവർ ദൈവസന്നിധിയിലോട്ട് വരുന്നുണ്ട്. They are coming to the presence of God. അങ്ങനത്തെ ഒരു ജനക്കൂട്ടർ ഇന്നും ഉണ്ട്. അവർ ദൈവസഭയിലോട്ട് വരും. വാങ്ങുണ്ട്, വേർഡ്സ് കൊണ്ട്, പാട്ടും കൊണ്ട് അവരെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഹൃദയം എന്തുവാ? ദൈവത്തിന് കണക്ട് ആകുന്നില്ല. അങ്ങനത്തെ ഒരു മെജോറിറ്റി ആൾക്കാർ ഇന്നും അങ്ങനെയുണ്ട്. അവർ വരുന്നുണ്ട് പേരിന് വേണ്ടി. ഞാൻ പോയില്ലെങ്കിൽ പാസ്റ്റർ എന്തോ പറയും. ഇന്നത്തെ സൂം മീറ്റിംഗ് കയറിയില്ലെങ്കിൽ പാസ്റ്റർ എന്തോ പറയും. പാസ്റ്റർ പറയോ ഇല്ലയോ അതല്ല മെയിൻ.
ദൈവം എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ച് എന്തുവാ പറയണമെന്ന് അത് നമ്മൾ കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഒരു മീറ്റിങ്ങിൽ പോയാൽ അത് പാസ്റ്ററിന് വേണ്ടിയല്ല, ഒരു വിശ്വാസിക്ക് വേണ്ടിയല്ല, ഞാൻ പോകുന്ന ദൈവത്തിന് വേണ്ടി മാത്രമാ. ആ ഒരു ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ എന്തോ ചെയ്യും അറിയോ? നമ്മൾ വാങ്ങോണ്ട് മാത്രം ദൈവത്തെ ഓണർ ചെയ്യുന്ന ആൾക്കാരല്ലായിരിക്കും, പക്ഷെ ഹൃദയത്തിൽ നിന്ന് ആ ആരാധന വരാൻ തുടങ്ങും. ഈ ദിവസത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്ന ആൾക്കാർ. ആ ഹൃദയത്തിൽ നിന്ന് ആരാധന എപ്പം വരുന്നറിയോ? നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സത്യത്തോടെ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാ ഈ ആരാധന വരുന്നത്. ദൈവ സ്നേഹം ഇല്ലെങ്കിൽ ആരാധനയും ഇല്ല. ദൈവ സ്നേഹത്തിൽ ഞാൻ വളർന്നിട്ടില്ലെങ്കിൽ ആരാധനയുമില്ല. ഹല്ലേലൂയ. എല്ലാം എനിക്കുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എല്ലാം ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തുവാ? ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പം ഞാൻ പിന്നെയും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ഒരെണ്ണയുടെ ദിവസം ദൈവം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാ. ഒരെണ്ണയുടെ അവസരം ദൈവം നമുക്ക് വേണ്ടി തരുമ്പം ഹല്ലേലൂയ, ഈ വാങ്ങോണ്ട് ദൈവത്തെ ആദരിക്കാതെ ഹല്ലേലൂയ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന, ഹല്ലേലൂയ മഹത്വം കൊടുക്കുന്ന ഒരു ആൾക്കാരായി തീരാൻ വേണ്ടി ഹല്ലേലൂയ ഈ രാത്രികാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ ഒരു വേർഡ് ഞാൻ പറഞ്ഞു, 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം. വീടുകളിൽ നൂണ് കടക്കയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ. 2 തിമോത്തിയോസ് 3:5. 5 സെയിം. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അതിന്റെ ശക്തി അങ്ങ് ത്യജിച്ചു. സോ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്തുവാ? അവര് വാങ്ങോണ്ട് അങ്ങ് ആരാധിക്കുക, ഓണർ ചെയ്യുക, പക്ഷെ ഹൃദയം എന്തുവാ? ദൈവത്തിന് അങ്ങ് ദൂരമായി പോയി. മറ്റെന്തുവാ? ഭക്തിയുടെ അങ്ങ് വേഷം ധരിക്കുക. ഞാൻ ചർച്ചിൽ കയറി വരുമ്പം ക്ലീൻ ഷേവായി, വെള്ള വസ്ത്രധാരിയായി, ഹല്ലേലൂയ ഉറക്കെ അങ്ങ് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു, യെസ് ഐ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞു, നല്ലതായിട്ട് അങ്ങ് കൈയടിച്ചു. സോ അതുകൊണ്ട് എന്താണെന്നറിയാം, ദൈവം എല്ലാവർക്കും തോന്നും നമ്മൾ വലിയൊരു ആത്മീയ ആളാണെന്ന്. പക്ഷെ വെളിയിൽ പോയാൽ ലോകപ്രകാരമുള്ള ഒരു വസ്ത്രം ധരിക്കുന്ന ഒരു വിശ്വാസികൾ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചർച്ചയിൽ വന്ന ഭക്തിയുടെ വേഷം, കോളേജിൽ പോയാൽ കോളേജിന്റെ ഒരു വേറെ വേഷം, ഹല്ലേലൂയ വീട്ടിൽ പോയാൽ വീട്ടിൽ വേറെ ഒരു പേഴ്സണാലിറ്റി. സോ നമ്മൾ ഇങ്ങനെ എന്തോ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. വി ആർ ചേഞ്ചിങ് ഡ്രസ്. പിന്നെ ആർക്ക് വേണ്ടിയാ? ഇതെല്ലാം അറിയാവുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല്. ഹല്ലേലൂയ. ഈ ഡ്രസ്സ് മാറുമ്പം ഹല്ലേലൂയ, ചില വിശ്വാസികളെ കണ്ടിട്ടില്ലേ, എന്നെ എന്തുവാ ദേഷ്യപ്പെടുത്തല്ലേ, എന്റെ പഴയ വ്യക്തി എന്തുവാ വെളി ചാടും. അത് ഇരിക്കുന്നുണ്ട്. എന്നെ കൂടുതൽ അത് പ്രൊവോക്ക് ചെയ്ത സഡൻലി അത് അന്നേരം എന്തുവായി? ഈ പഴയ വ്യക്തി എന്താ ക്രൂസിഫൈ ആയിട്ടില്ല. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞ് അതങ്ങ് ഇറങ്ങി വരും. അതുകൊണ്ട് എന്തോ മീറ്റിംഗ് ഒക്കെ ആയ എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ ആകുമ്പോഴേ ഈ പഴയ വ്യക്തിയൊക്കെ അങ്ങ് ചാടി വരുന്നത്. ഹല്ലേലൂയ. പക്ഷെ ആ പഴയ വ്യക്തി മാറിയില്ലെങ്കിൽ ഹല്ലേലൂയ ആ പഴയ വ്യക്തി ക്രൂശിക്കപ്പെടണം. ദാറ്റ് ഓൾഡ് മാൻ ഹാസ് ടു ക്രൂസിഫൈ, then only the new man will resurrect. ഹല്ലേലൂയ. പഴയ വ്യക്തി ക്രൂശിലാകണം. ഹല്ലേലൂയ. എന്നാലേ പുതിയൊരു സൃഷ്ടിയായിട്ട് എന്തുവാ റിസറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ദൈവം അത് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നല്ല, ദൈവം എന്തോ ആഗ്രഹിക്കുന്നത്. അതാ ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കോ ആർക്കും മനസ്സിലാകത്തില്ല. ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഭക്തിയുടെ വസ്ത്രം ധരിച്ച് ഞാൻ വരും, പക്ഷെ ശക്തി ഒന്നുമില്ല. പക്ഷെ ശക്തി കാണിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതാ. ഞാൻ അവിടെ ഞങ്ങള് ഈ അന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ഒരു സ്പാറ്റിൽ നമ്മളങ്ങ് പോവുക. മോർണിംഗ് ഡിവോഷൻ, ഈവനിങ് ഡിവോഷൻ. ചിലരൊക്കെ ഇവർക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ എന്തോ ചെയ്യും, സീനിയേഴ്സ് ഒക്കെ എന്തോ ചെയ്യും, അവർ പറയും നമുക്ക് അങ്ങ് കൈയടിച്ചും കൊടുക്കാമെന്ന് പറയും. സോ കൈ അടിച്ചു കൊടുക്കുമ്പോൾ ഈ മുമ്പിൽ നിൽക്കുന്ന ആള് പറയും, ഓ ഏതാണ്ട് വലിയ മൂവ് ആകുക. പക്ഷെ ഇവിടെ എല്ലാവരും കളിയാക്കാൻ വേണ്ടി അങ്ങ് ഭയങ്കര ഉണർവാക്കുക. പക്ഷെ ദൈവം അതിലൊന്നും എന്തുവാ പ്രസാദിക്കുന്നില്ല. ദൈവം എന്തോ ആഗ്രഹിക്കുന്നേ? ആത്മാ നമ്മുടെ മൈ ഹാർട്ട് മസ്റ്റ് ബി കണക്റ്റഡ് ടു ഹിസ് ഹാർട്ട്. മൈ വർഷിപ്പ്
മസ്റ്റ് ഓണർ ഹിം. എന്റെ ആരാധന ദൈവത്തിന് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ, എന്റെ ആരാധന എന്റെ പൂർണ്ണ ഹൃദയത്തോടെ വന്നില്ലെങ്കിൽ, ഞാൻ കാണിക്കുന്നത് എല്ലാം വ്യർത്ഥമാണ്. എല്ലാം വ്യർത്ഥമാണ്. ഞാൻ ഭക്തിയുടെ വസ്ത്രം ധരിച്ച് ഞാൻ എന്തോ ചെയ്യും? ഞാൻ ശക്തി അങ്ങ് ത്യജിക്കും. ഞാൻ ശക്തിയൊന്നും വേണ്ട, ആൾക്കാരെ പ്രസാദിച്ചാൽ മതി. നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, പാസ്റ്ററിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ മാത്രം പ്രസാദിക്കുന്ന ഒരു ആൾക്കാരായിത്തീരണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് ഞാൻ കണ്ട മീറ്റിംഗ്സിൽ എല്ലാരെയും ആരാധിപ്പിക്കുന്ന ആൾക്കാരെ ആരാധിക്കത്തില്ല. ആരാധനയെ കുറിച്ച് പ്രസംഗിക്കും, പക്ഷെ ആരാധനയുടെ സമയമാകുമ്പോൾ മറ്റവർ ആരാധിക്കുന്നുണ്ടോ, അവര് കൈ പൊക്കിയോ, അവര് പക്ഷെ അവർ ആരാധിക്കത്തില്ല. ഞാൻ മോസ്റ്റ് റെവറൻഡാ, ഞാൻ ഡോക്ടർ സോ ആൻഡ് സോ ആ, ഞാൻ സോ ആൻഡ് സോ പാസ്റ്ററാ, ഞാൻ അതുകൊണ്ട് എന്തോ ആകും, അവര് എന്തിനാ അങ്ങനെ ആയിപ്പോയത്? ഓക്കെ, അവര് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ എന്തോ ഹംബിൾനെസ്, എന്തോ താഴ്മ പഠിച്ചില്ല. അതുകൊണ്ട് എന്തോ എനിക്കൊരു പൊസിഷൻ കിട്ടി, എനിക്ക് ഇച്ചിരി ബ്ലെസ്സിങ് കിട്ടിയപ്പം ഞാൻ ദൈവത്തെക്കാളെയും ഏതാണ്ട് വലിയതായെന്ന് എനിക്കൊരു ബോധ്യം വന്നു. ഷാത്താൻ കൊണ്ടിരുന്ന ഒരു ബോധ്യമാണ്. അതുകൊണ്ട് പിന്നെ എന്തുവാ, ഞാൻ എല്ലാരെയും ആരാധിപ്പിക്കും. എനിക്ക് മൈക്ക് തന്ന ഞാൻ അവിടെ ഒരു ഫയർ കൊണ്ടുവരും, പക്ഷെ എനിക്ക് തന്നെ ആരാധിക്കാൻ അറിയത്തില്ല. എനിക്ക് ഒരു ജനത്തിന്റെ കൂടെ ആരാധിക്കാൻ അറിയത്തില്ല. സോ ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇരിക്കുവായെങ്കിലും ഞാൻ ആരാധിക്കണം, ഞാൻ ജനത്തിന്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ ആരാധിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വസ്ത്രം മാറി മാറി കളിക്കാനൊക്കത്തില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വസ്ത്രം മാറി മാറി പരിശുദ്ധാത്മാവ് എല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആൾക്കാരാണെന്ന്. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ടു സേ, ആരാധിക്കുവായെങ്കിൽ അതൊരു വാല്യുബിൾ ഒരു ആരാധന ആയിരിക്കണം. ഒരു വാല്യൂ ഇല്ലാത്ത ഒരു ആരാധന ആകുമ്പോ എന്തുവാ, അതിന് നമുക്ക് വാല്യൂ കൊടുക്കാൻ ഒരു മൂല്യമുണ്ട്. ഒരു ആരാധനയ്ക്ക് ഒരു മൂല്യമുണ്ടെന്ന് ഞാൻ അതാ പറയാൻ ആഗ്രഹിക്കുന്നത്. 2 ശമൂവേൽ അതിന്റെ 24-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം തൊട്ടേ 22-ാമത്തെ വചനം വരെ ഒന്ന് വായിക്കാമോ? 2 Samuel chapter 24 verse 18 to 22. Second Samuel. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യെബൂസ്യനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഇവിടെ യാഗപീഠം പണിയണം. ആർക്ക് വേണ്ടി? യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിയണം. ഓക്കെ. യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞതുപോലെ ദാവീദ് അവിടേക്ക് പോയി. അരവന നോക്കി രാജാവും അവന്റെ ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നത് കണ്ടാറെ അരവന പുറപ്പെട്ടു ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ തന്നെ എന്ന് പറഞ്ഞു. നീ എന്റെ മുമ്പിൽ ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ വരുന്നത് എന്തിനാ? ഒരു യാഗപീഠം പണിയാൻ വേണ്ടി എനിക്കൊരു ലാൻഡ് വേണം. ആ ലാൻഡ് വരുമ്പം ഞാൻ തന്നെ എന്നെ വിളിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊന്ന് താഴ്ന്നു വീഴുന്നു. അവിടെ അവരുടെ ഒരു ലാൻഡിന്റെ ആൾ വന്നങ്ങ് നമസ്കരിക്കുക. അന്നേരം ഞാൻ ഏതാണ്ട് വലിയ സംഭവമായി, പിന്നെ എന്തിനാ ആരാധിക്കുന്നതെന്ന് ഓർത്തില്ല. പക്ഷെ ആ സമയത്ത് എന്തോ പറയുന്നത്, എനിക്ക് എൻ്റെ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി, യാഗപീഠം പണിയാൻ വേണ്ടി എനിക്കൊരു ഒരു 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 ലാൻഡ് വേണം. അത് കഴിഞ്ഞിട്ട് എന്തോ അതിന്റെ 22-ാമത്തെ വാക്യം, അരവന ദാവീദിനോട്, യജമാനായ രാജാവിന് ബോധിച്ചതെടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മെതിയടികളും കാളക്കൊപ്പുകളും ഇതാ രാജാവിനുള്ളതൊക്കെയും അരവന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു. എന്തോ പറയുന്നേ, രാജാവിന് എന്തോ വേണം? ലാൻഡ് വേണോ, പ്രോപ്പർട്ടി വേണോ, ആനിമൽ വേണോ, എന്തൊക്കെ വേണം, ഞാൻ എല്ലാം രാജാവിന് തരാൻ വേണ്ടി റെഡിയാ. രാജാവിനെ ഞാൻ ഓണർ ചെയ്യുക, രാജാവിന് വേണ്ടി ഞാൻ തരാൻ വേണ്ടി റെഡിയാ. അന്നേരം ഡേവിഡിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? എല്ലാം ഇത് കിട്ടുന്നത് എങ്ങനെയാ? ആ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു സിറ്റിസൺ പറയുവാക്കി, ബിക്കോസ് യു ആർ എ കിങ്, ഐ ആം ഗോയിങ് ടു ഗിവ് യു എവറിത്തിങ് ഫോർ ഫ്രീ. ഞാൻ എല്ലാം ഫ്രീലി അങ്ങ് തരുക. നമ്മൾ പറഞ്ഞോ, ഫ്രീക്ക് കിട്ടുവാണെങ്കിൽ വരട്ടെ, ഇരിക്കട്ടെ, കാര്യം നടന്നാൽ മതി എന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം അത് മുമ്പേ വായിച്ചേ.
നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരവന രാജാവിനോട് പറഞ്ഞു. ഉം. രാജാവ് 24-ാമത്തെ അരവനയോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ, ഞാൻ എനിക്ക് ഒന്നും വിലയ്ക്ക് ചെലവില്ല. വാങ്ങത്തേ ഉള്ളൂ, പിന്നെ എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ ആ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ ദൈവത്തിന് ഒരു ഹോമയാഗം എന്തോ കഴിക്കയില്ല. കഴിക്കയില്ല. ഐ വിൽ നോട്ട് ഓഫർ എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് വാല്യുബിൾ. എനിക്ക് ഫ്രീ ആയിട്ട് നീ എല്ലാം തന്നാലും ഫ്രീ എനിക്ക് വേണ്ട. എനിക്കറിയാം ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വേണ്ടി എത്രയും വാല്യുബിൾ ആണെന്ന്. ഞാൻ ഒരു ഷെപ്പേർഡായി നിൽക്കുന്ന സമയത്ത് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചൊരു കിങ് ആക്കിയെങ്കിൽ എനിക്ക് ഇന്നും ഞാൻ തിരിഞ്ഞു നോക്കിയ ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ട ഒന്നും. ഹല്ലേലൂയ. ലോകമെല്ലാം ഫ്രീക്ക് കിട്ടുവാണെങ്കിൽ അന്ന് അത് ദൈവത്തിൽ ലാസ്റ്റ് പോർഷൻ ആയെങ്കിൽ അന്ന് മറ്റേ ആർക്കും ഉപയോഗം വരത്തില്ലെങ്കിൽ ദൈവത്തിൽ ചർച്ചയിൽ കൊണ്ടുപോയി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയല്ല, വാല്യുബിൾ. എന്തുവാ ഏറ്റവും വാല്യുബിൾ? ഞാൻ അതിനുവേണ്ടി, ദാവീദ് പറയുക, ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കാൻ വേണ്ടി റെഡിയാ. ദൈവത്തിന് വേണ്ടി വാല്യുബിൾ അല്ലാത്ത ഒരു യാഗം എനിക്ക് ഒരു കോസ്റ്റ് ഇല്ലാത്ത കാര്യം ചെയ്യാൻ എനിക്കൊരു ആഗ്രഹമില്ല. ഞാൻ ദൈവത്തെ കൊടുക്കുമ്പം ആ ജീവിതത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. ആ വിളിക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കിങ്ഡമിന് വേണ്ടി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ഒരു ഫ്രീലി കിട്ടുന്ന ആ കാര്യത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ആരാധിക്കുന്നത്. ദൈവം എന്നെ ഇത്രയും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ഞാൻ ദൈവത്തെ സന്നിധിയിൽ ഞാൻ അങ്ങ് താഴുക. The more he honors me, the more I am becoming humble in the presence of God. എത്രയും ദൈവം നമ്മളെ ഉയർത്തിയാലും അത്രയും താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുന്ന ഒരു ജനക്കൂട്ടമായി നമ്മൾ മാറിത്തീരട്ടെ. ഹല്ലേലൂയ. എത്രയും അനുഗ്രഹം വന്നാലും the more the weight increases, എന്തോ ആകും? നമ്മൾ വെയിങ് മെഷീനിൽ എന്തോ കാണുന്നത്? വെയിങ് മെഷീനിൽ എത്രയും വെയിറ്റിന്റെ നമ്മൾ എടുത്താൽ ഇതെന്തോ ചെയ്യും? ഇതങ്ങ് താഴ്ന്നു വരും. ഹല്ലേലൂയ. നമ്മുടെ പ്രസ്റ്റീജോ നമ്മുടെ ഓണറോ നമുക്ക് ഭൗതികമായി കിട്ടിയ ഏത് നന്മയായെങ്കിലും അത് എത്രയും കൂടിക്കൊണ്ടിരുന്നാലും അത് നമ്മുടെ വ്യക്തിത്വത്തിനെ, ഹല്ലേലൂയ, അത് താഴ്ന്നു വരണം. അത് താഴ്ന്നു വന്നാലേ മറ്റേ സൈഡ് എന്തുവാ? ഉയരുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ എന്തോ പറഞ്ഞത്? ഞാനോ കുറയണം, യേശുവോ വളരണം. ഹല്ലേലൂയ. അതാ ആരാധന. ഹല്ലേലൂയ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നമ്മുടെ ഒരു ആഗ്രഹമായി തീരട്ടെ, ദൈവമേ ഞാനോ കുറയണം, യേശു വളരണം. ഹല്ലേലൂയ. സോ അവിടെ പിന്നെ നോക്കുമ്പോ എന്തുവാ? ഡേവിഡ് ആ സ്ഥലം അങ്ങ് വാങ്ങിച്ചു. അതെന്തുവാ? 50 ഷെക്കേൽ കൊടുത്തിട്ട്, സിൽവർ ഷെക്കേൽ കൊടുത്തിട്ടാ ഡേവിഡ് വാങ്ങിക്കും. ഡേവിഡ് പറഞ്ഞില്ല ഫ്രീ കിട്ടുവായെങ്കിൽ ഓക്കെ, കാര്യം നടന്നാൽ മതി. അല്ല, ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുവായെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഞാൻ കൊടുക്കാൻ വേണ്ടി റെഡിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയുമ്പം എന്തോ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്ന ആരാധനയ്ക്ക്? ലാസ്റ്റ് ലീസ്റ്റ് ആണോ നമ്മൾ ദൈവത്തിന് വേണ്ടി വെച്ചേക്കുന്നത്? അല്ല പിന്നെ ദ പ്രഷ്യസ്, ദ വാല്യുബിൾ ആർ വി കീപ്പിംഗ് ഇറ്റ് ഫോർ ഗോഡ്? ഹല്ലേലൂയ. ഏറ്റവും വാല്യുബിൾ ആയിട്ടാണോ നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്? അല്ല പിന്നെ ലാസ്റ്റും ലെഫ്റ്റ് ഓവേഴ്സ് ആണോ നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്നത്? അത് നമ്മളൊന്ന് എന്തുവാ പരിശോധിച്ച് നമുക്ക് നോക്കാം. Can we examine, are we giving the last, the least, the leftovers to the kingdom of God, or valuable? That pains us. So next കാര്യം ഞാൻ പറയാകുന്ന ആരാധന, സത്യമായുള്ള ഒരു ആരാധന നമ്മളെ എന്തെങ്കിലും സംതിങ് വർത്ത് നമ്മളെ അത് കോസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡേവിഡ് അത് ഫ്രീലി അത് എടുത്തില്ല. 50 ഷെക്കേൽ സിൽവർ കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങിച്ചത് അവിടെ ആരാധന അവിടെ നടത്തിയേ. ഹല്ലേലൂയ. അവിടെ നോക്കുമ്പം പിന്നെ നമ്മൾ നോക്കുമ്പം ഡേവിഡിനെ തന്നെ നോക്കുമ്പം ഡേവിഡിന്റെ ഒരു സമയം വന്നപ്പോ എന്തുവായി? ഡേവിഡ് സെൻസസ് എടുത്തു. യോവാബ് പറഞ്ഞു എടുക്കല്ലെന്ന് പറഞ്ഞപ്പം ഡേവിഡ് എന്തോ ചെയ്തു? സെൻസസ് അങ്ങ് എടുത്തു. ആ സെൻസസ് എടുത്തു. അത് 9 മാസം സെൻസസും 9 മാസം 20 ദിവസം കഴിഞ്ഞപ്പം സെൻസസ് അങ്ങ് തീർന്നു. പക്ഷെ എന്തി വന്നിട്ട് ദാവീദിന് ബോധ്യമായി അത് ചെയ്തത് ഒരു വലിയൊരു കുറ്റമാണെന്ന്. ഹല്ലേലൂയ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ദാവീദ് ഏറ്റവും വാല്യുബിൾ. വിത്തൗട്ട് മണി ഓർ വിത്തൗട്ട് പേയിങ് എ പ്രൈസ് I am not able to worship God. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദ് ഒരു മിസ്റ്റേക്ക് ചെയ്യും. അന്നേരം എന്തായി? ദൈവത്തിന് ദാവീദിനെ നോക്കിയപ്പോൾ ഒരു സങ്കടമായി. ദാവീദ് എന്തിനാ ഈ സെൻസസ് എടുക്കാൻ പോയത്?
ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ദാവീദിനോ അടുത്തോട്ടൊരു ദൈവദാസനെ അയക്കും. നിനക്ക് എന്തുവാ വേണ്ടിയേ? നിനക്ക് ഒരു പണിഷ്മെന്റ് വെച്ചിട്ടുണ്ട്. അല്ല പിന്നെ 7 വർഷത്തിന്റെ എന്തോ ഫാമിൻ ഉണ്ട്, 3 മാസത്തിന്റെ നിന്റെ എനിമിയിലോട് നിനക്ക് ഓടേണ്ടി വരും, 3 ദിവസം അല്ല പിന്നെ പ്ലേഗ് വരും. ദാവീദ് പറയും മൂന്നാമത്തെ മതി എനിക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തോ ആയി, 70,000 പീപ്പിൾ ഹല്ലേലൂയ ആ രാജ്യത്തിന്റെ ദാൻ ടു ബർഷേബ എല്ലാരും മരിച്ചുപോയി. ഹല്ലേലൂയ. ദൈവഹിത അല്ലാത്ത ചെയ്തപ്പോ എന്തുവായി? ദൈവഹിതമുള്ള ചെയ്തപ്പോ അവിടെ ഒരു ഓണർ ഉണ്ടായിരുന്നു. ദൈവഹിത അല്ലാത്ത ചെയ്തപ്പം എന്തുവായി? ഒരു പണിഷ്മെന്റ് പോലെ വന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ നോക്കുമ്പം പിന്നെ ദാവീദ് പിന്നെ തിരിച്ചു വരുമ്പോ എന്തു അറിയോ? ദാവീദ് പിന്നെ ഒരു കോസ്റ്റ് കൊടുക്കാൻ വേണ്ടി റെഡിയാ. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പം ഇവിടെ നമ്മൾ ആ സമയത്താ ഈ കോസ്റ്റ് കൊടുക്കുന്നേ. സോ ഞാൻ എന്തോ ചെയ്യുന്നേ? ഞാൻ ഒന്നും ഫ്രീലി അങ്ങനത്തെ ഒരു പണിഷ്മെന്റ് കിട്ടി കഴിഞ്ഞിട്ടാ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം നടന്നത്. അത് കഴിഞ്ഞിട്ട് ദാവീദ് പറയുന്നത് എന്തുവാ? ഞാൻ ഒന്നും ഫ്രീ ആയിട്ട് ചെയ്യാൻ പോത്തില്ല. Hallelujah. When I do for God, I will honor him. I will do by my best. Hallelujah. So എല്ലാത്തിനു വേണ്ടി ഡേവിഡ് എന്തുവാ? പേ ചെയ്യാൻ റെഡിയായി. Hallelujah. Hallelujah. And ഡേവിഡ് പേ ചെയ്തപ്പോ എന്തുവാ? ഹല്ലേലൂയ. ആ ആരാധന എന്തുവാ? ദൈവം അങ്ങ് സ്വീകരിച്ചു. ഹല്ലേലൂയ. ബിക്കോസ് ഹി ന്യൂ എവിടെ മിസ്റ്റേക്ക് വന്നു ദൈവത്തിന് ദാവീദിന് മനസ്സിലായപ്പം അവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സെൻസസ് എടുത്തു, അതിനെ പിന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പോയില്ല. ഓക്കെ, ഞാൻ കിങ് ആ, അതുകൊണ്ട് ഞാൻ സെൻസസ് എടുത്ത, അതിനൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പോയില്ല. ഒരു കുറ്റം പരിശുദ്ധാത്മാവ് നമുക്കൊരു കുറ്റം പറഞ്ഞു തരുമ്പം അതിനെ ക്ലാരിഫൈ ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ എവിടെ കറക്ഷൻ വേണം, ഈ ഫാസ്റ്റിംഗ് ദിവസത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എന്നെ എവിടെ മാറ്റാൻ ആഗ്രഹമുണ്ട് അവിടെ ഞാൻ മാറിത്തീരട്ടെ. Whichever area. If my thoughts are not good, let my thoughts be holy in your sight. എന്റെ റിലേഷൻസ് നല്ല അല്ലെങ്കിൽ ആ റിലേഷൻസ് നല്ല ആകട്ടെ. എന്റെ ബിഹേവിയർ നല്ല അല്ലെങ്കിൽ ആ ബിഹേവിയർ നല്ല ആകട്ടെ. ഞാനൊരു ഇൻസ്ട്രുമെന്റ് ഓഫ് പീസ് അല്ലെങ്കിൽ ഞാനൊരു സമാധാനത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി മാറുന്നില്ലെങ്കിൽ ഞാനൊരു സമാധാനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയി തീരട്ടെ. പരിശുദ്ധാത്മാവ് എന്നെ ഏത് ഏരിയയിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഏരിയ ഞാൻ മാറാൻ വേണ്ടി റെഡിയാ. ഞാൻ അതിനെ കവറപ്പ് ചെയ്യാൻ പോകത്തില്ല, ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോകത്തില്ല. ഞാൻ എന്നെ എവിടെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ റെഡിയാ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുമ്പം ഹല്ലേലൂയ, ദാവീദ് അങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചും കൊണ്ട് ഹല്ലേലൂയ ഒരു വില കൊടുത്ത ഒരു ആരാധന ചെയ്തും കൊണ്ട് എന്താ അറിയോ? ദാവീദിന്റെ ആ കഥ, ആ ലൈഫ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദാവീദ് എപ്പോഴൊക്കെ തെറ്റ് കാണിച്ചു, അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അവിടെ ഒരു കറക്ഷൻ കൊടുക്കുമ്പം ആ കറക്ഷനെ നിഗ്ലക്ട് ചെയ്തില്ല, ആ കറക്ഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോയില്ല. പക്ഷെ പറഞ്ഞു, ഞാൻ ആ തെറ്റ് ചെയ്തേ, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുക. ഹല്ലേലൂയ. ഞാൻ മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഞാൻ അതിനെ ഒന്നും ജസ്റ്റിഫൈ ചെയ്തില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിലും നമ്മൾ ഒരു പെർഫെക്റ്റ് ദൈവത്തിന്റെ സന്നിധിയിലാ നമ്മൾ വന്നേക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ ദാവീദിന്റെ ജീവിതം നോക്കുമ്പം ഒരു റെസ്പോൺസിബിൾ, ഒരു ഡ്യൂട്ടിഫുൾ ഒരു ഷെപ്പേർഡ് ആയപ്പം ഹല്ലേലൂയ എന്തോ വന്നാലും ആ ഷീപ്പിനെ നോക്കാൻ വേണ്ടി ഒരു ബോധ്യം ഹല്ലേലൂയ ദാവീദിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ലയൺ വന്നു, ബെയർ വന്നു. ഹല്ലേലൂയ. അതൊക്കെ വന്നപ്പം എന്തുവാ? ദാവീദ് ആ പിതാവിന്റെ ഷീപ്പിനെ പ്രൊട്ടക്ട് ചെയ്തു. ഹല്ലേലൂയ. മ്യൂസിക് വായിച്ചപ്പം ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ദാവീദ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ യുദ്ധം വന്നപ്പം ഹല്ലേലൂയ ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി, അവിടെ പറയാൻ വേണ്ടി, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നേ. ഹല്ലേലൂയ. പണ്ട് എനിക്ക് വിജയം തന്നെ ദൈവമുണ്ടെങ്കിൽ ഇന്നും എനിക്ക് വിജയം കിട്ടും. ആ കറേജ്, ആ ഒരു ബോൾഡ്നെസ് ഉള്ള ഒരു ദാവീദിനെ നമ്മൾ കാണുന്നേ. ഹല്ലേലൂയ. ആസ് എ സാമിസ്റ്റ് നോക്കിയ നല്ലൊരു സാമിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന പാട്ടുകൾ അങ്ങ് പാടാൻ തുടങ്ങി. ഈ മരുഭൂമിയിലൊക്കെ നടക്കുന്ന സമയത്ത് എന്തുവാ? ആരാധിക്കുന്ന ഒരു സ്വഭാവം വന്നു. ഹല്ലേലൂയ. ഉയർച്ചയിലും താഴ്ചയിലും ഹല്ലേലൂയ നന്മയിലും എന്തുവാ പോവർട്ടിയിലും എല്ലാം അവസ്ഥയില് ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പാപത്തിൽ വീണപ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോയില്ല. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ പറഞ്ഞു, ഹല്ലേലൂയ, അവിടെ എന്തുവാ? പൊട്ടി തകർന്ന് കരഞ്ഞു. ഹല്ലേലൂയ. ഹി റിപ്പന്റഡ് ഫോർ ദാറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കറക്റ്റ് ആക്ഷന് വേണ്ടി റെഡി ആയപ്പം ദൈവം എന്താ പറയുന്നറിയോ?
David is a man after my own heart. എന്റെ ഹൃദയമുള്ള ഹല്ലേലൂയ. ഒരു ജസ്റ്റിഫിക്കേഷനും വേണ്ട. ഞാൻ ഇത്രയും പ്രായമാ, ഞാൻ രാജാവാ, എന്തിനായി പ്രവാചകർ എന്നെ കുറിച്ച് പറയുന്നേ? എനിക്ക് എന്റെ രാജ്യത്തിൽ എന്തോ വേണമെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാം. എനിക്ക് ആരെയും വേണമെങ്കിലും കൊല്ലാം, എനിക്ക് ആരെയും വേണമെങ്കിലും എന്റെ വീട്ടിൽ കൊണ്ടുവരാം, എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പം അവിടെ കറക്ഷൻ ആകാൻ വേണ്ടി റെഡി ആയിത്തീരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ ദൈവസന്നിധിയിൽ കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കല്ല്, അതിനെ കവറപ്പ് ചെയ്യാൻ നോക്കല്ല്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഭക്തിയുടെ ശക്തി, ഭക്തിയുടെ വസ്ത്രം വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ല, ശക്തി ത്യജിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ശക്തിയിൽ നടക്കുന്ന ആൾക്കാർ ആയിട്ട് നമ്മൾ മാറിത്തീരട്ടെ. ഹല്ലേലൂയ. ഭക്തിയുടെ വസ്ത്രം ഒത്തിരി ആൾക്കാർ ഇടുന്നുണ്ട്, നമ്മളും വസ്ത്രം മാറാൻ വേണ്ടിയുള്ള ആൾക്കാരല്ലെന്ന് അല്ലെങ്കിൽ നമുക്കൊരു പൂർണ്ണ ബോധ്യമായി തീരട്ടെ. നമ്മളെ നോക്കുന്നത് ഒരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മളെ നോക്കുന്നത് ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാ. ദൈവം എന്റെ നോട്ടത്തെ അറിയുന്നുണ്ട്, എന്റെ ചിന്തയെ അറിയുന്നുണ്ട്, എന്റെ പ്രവൃത്തിയെ അറിയുന്നുണ്ട്. എനിക്ക് ഒന്നും ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയത്തില്ല. ആ ഒരു ദൈവസ്നേഹത്തിൽ, ആ ദൈവ ഭയത്തിൽ നമ്മൾ വളരട്ടെ. ആ ദൈവസ്നേഹത്തിൽ, ദൈവഭയത്തിൽ വളരുമ്പോൾ എന്താണെന്നറിയോ? എത്രയും നമുക്ക് ദൈവത്തോടെ സ്നേഹമുണ്ട്, അത്രയും നമ്മൾ അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും, അത്രയും നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങും. ദൈവസ്നേഹം കുറഞ്ഞാൽ ആരാധനയും വരത്തില്ല. ഹല്ലേലൂയ. പിന്നെ മുമ്പിൽ നിന്ന് ഇളക്കാൻ നോക്കാനും ആരും ഇളകത്തില്ല, എല്ലാം അങ്ങ് കുറഞ്ഞു പോകും. ഹല്ലേലൂയ. നമ്മൾ ആൾക്കാരെ നോക്കി ആരാധിക്കാനല്ല, ദൈവത്തെ നോക്കി ആരാധിക്കുന്ന ആൾക്കാരായി മാറിത്തീരട്ടെ. ഹല്ലേലൂയ. ഈ ഫാസ്റ്റിംഗിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഒരു കാര്യമേ ഉള്ളൂ. ഒരിക്കലും മറക്കല്ല്, ദൈവം മാത്രമാണ് ആ ഓഡിയൻസ്. ആ ദൈവത്തെ ഞാൻ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യും, ഞാൻ ആരാധിക്കുകയും ചെയ്യും. ദൈവത്തിന് യോഗ്യനായ ആ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കും. ഹല്ലേലൂയ. ആൾക്കാർ അത് ചെയ്യുമോമില്ലയോ, അത് കാര്യമല്ല. അല്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ പോകുന്ന മറ്റവര് കൈ അടിക്കുക, മറ്റവര് കണ്ണടയ്ക്കുക, മറ്റവരെന്തോ വസ്ത്രം ധരിക്കുക, അതൊന്നുമല്ല. ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പം, ഞാൻ ഒരു സൂം മീറ്റിംഗ് വരുമ്പം, അല്ലെങ്കിൽ എന്റെ ഒരു ബോധ്യം മാത്രമേ ഉള്ളൂ, ഞാൻ ദൈവത്തിന് എന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു, ഫ്രീ ആയിട്ടല്ല, എന്തെങ്കിലും വാല്യുബിൾ, ഐ ആം റെഡി ടു പേ എ പ്രൈസ്. അല്ലെങ്കിൽ ഞാൻ വാല്യുബിൾ ദൈവസന്നിധിയിൽ, ദൈവത്തിൽ സ്നേഹമുള്ള കൊണ്ട് ഞാൻ മാത്രമാ ഏറ്റവും വാല്യുബിൾ ഞാൻ ദൈവസന്നിധിയിൽ വെക്കുന്നത്. ദൈവത്തിൽ സ്നേഹമില്ലായിരുന്നെങ്കിൽ, എന്റെ ദൈവത്തിന്റെ സ്നേഹം കുറഞ്ഞു വരുമ്പോ എന്താ അറിയോ? ആരാധനയൊക്കെ അങ്ങ് കുറഞ്ഞു വരും, സ്തോത്രമൊക്കെ അങ്ങ് കുറഞ്ഞു വരും. ഹല്ലേലൂയ. പിന്നെ ആ ആത്മീയ ഇൻട്രസ്റ്റ് അങ്ങ് കുറഞ്ഞു വരും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ വളരുമ്പം ഇതിലെല്ലാം നമ്മൾ ഇങ്ങനെ അങ്ങ് റിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ ദൈവസഭ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു, ഹല്ലേലൂയ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്ന ഒരു ദൈവസഭ ആയി മാറിത്തീരട്ടെ. ഹല്ലേലൂയ. Let the church continue to experience the power and the presence of the Holy Spirit more than ever before. Hallelujah. Father God, I pray for this church, oh God. Hallelujah. It is you who have called them. Hallelujah. ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു സഭയായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വം ചെയ്യുന്നു. ദൈവം എല്ലാം കുടുംബങ്ങളെയും എല്ലാം വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. അവർ സത്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരായി തീരട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആൾക്കാരായി തീരട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കുന്ന ആൾക്കാരായി തീരട്ടെ. ഹല്ലേലൂയ. അവരുടെ നോട്ടം, സംസാരം, ബന്ധം, ഹല്ലേലൂയ, ഡിസിഷൻസ് എല്ലാം ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ഫാസ്റ്റിംഗ് പ്രയർ ഇവരുടെ എല്ലാവരുടെയും വ്യക്തിഗതപരമായ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, ഈ ചർച്ചിന് വേണ്ടി ഒരു വലിയ വിടുതലിന്റെ കാരണമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിൽ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഇവരെല്ലാവരും വളരട്ടെ. ഹല്ലേലൂയ. ദൈവ ഭയത്തിൽ വളരട്ടെ. ഹല്ലേലൂയ. 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 ദൈവം അവരെ അനുഗ്രഹിക്കാൻ പോകുന്നുകൊണ്ട് സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ക്രിസ്ത്യൻ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഗോഡ് ബ്ലെസ് യു.